ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ നമുക്കിന്ന് വാഴയ്ക്ക് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കിയാലോ. നമുക്ക് ചോറിനൂടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നത് നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് വായോ. അപ്പം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു 3 വാഴയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് തലയും വാലൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദാണ്ടെ ഇതുപോലാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനൊരു ഷേപ്പിലങ്ങ് അരിഞ്ഞെടുത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഈ വാഴയ്ക്കയൊക്കെ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനുവേണ്ടി ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വാഴയ്ക്ക എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാനും പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങാനും പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇതൊരു 70% വേവ് ആയാൽ മതി കേട്ടോ. അങ്ങ് ഓവർ കുക്കായി കുഴഞ്ഞു പോകുന്ന പരുവത്തിലെത്തരുത്. വെന്ത് കിട്ടണം എന്നാൽ കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. ഇപ്പം ദാണ്ട് ഒന്നായിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതങ്ങനെ കുഴഞ്ഞു പോകുന്ന പാകത്തിലെത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്കിത് എല്ലാം ഈ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണത്. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ട് കിടക്കുന്നത് എന്താന്നല്ലേ, അത് കുറച്ച് കടുകും കുരുമുളകും കൂടെ മിക്സ് ആയി പോയിട്ടോ. അത് ആ കടുകും കൂടെ വന്നത്, അത് കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വറുത്തെടുക്കണം. ഈ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അതുപോലെ ഈ ഉള്ളിയൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഇപ്പൊ തന്നെ നല്ലൊരു മണമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണക്ക് പറയുവാണെങ്കിൽ ഒരു 3/4 കപ്പോളം തേങ്ങ ഉണ്ടാവും കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരിട്ട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. തേങ്ങേന്റെ ആ ഒരു വെള്ള നനവുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ദാണ്ട് തേങ്ങയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ദാണ്ട് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് മിക്സഡ് ജാറിൽ ഇട്ട് കൊടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. 2 വട്ടം പൾസ് മോഡിൽ ഇട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോവരുത് കേട്ടോ. ഒന്ന് ക്രഷ് ആക്കിയാൽ മാത്രം മതി. അപ്പൊ ഞാൻ ഇതൊന്ന് ക്രഷ് ആക്കി എടുത്തോണ്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒരു 2 വട്ടം ഒന്ന് പൾസ് മോഡിൽ ഇട്ട് കറക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ദാണ്ടെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ തോരനൊക്കെ ചതയ്ക്കൂലേ, അതുപോലെ തന്നെ. അപ്പൊ ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ആക്കി വെച്ച സംഭവം ഉണ്ടല്ലോ, തേങ്ങയൊക്കെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്നങ്ങ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാശ്മീരി ചേർത്തേക്കുന്നത്. ഓൾറെഡി ഇതിന് എരിവൊക്കെ ഉണ്ട്, നമ്മൾ കുരുമുളകൊക്കെ ചേർത്തതല്ലേ. ഇപ്പൊ ദാണ്ട മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു കൂട്ടിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ വാഴയ്ക്കകത്ത് ഉപ്പ് ഓൾറെഡി ചേർത്തതാണ്. അപ്പൊ ഉപ്പ് ഇതിന് മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ദാണ്ട ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വാഴയ്ക്കയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു മസാലപ്പൊടി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് എത്തുന്ന രീതിയിൽ, നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒരു വലിയ പാത്രം എടുത്തായിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇത് ഞാൻ താഴെ പോകുമെന്ന് പേടിച്ചൊന്ന് മിക്സ് ആക്കുവാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണിത്. അപ്പം നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ എണ്ണത്തിലേക്ക് കുറച്ച് കുറയ്ക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു നമ്മുടെ എന്താ പറയുക, വാഴയ്ക്ക ഫ്രൈ എന്നോ വാഴയ്ക്ക റോസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെയും വാഴയ്ക്ക് വെച്ച് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്കേൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തവർ ഉണ്ടാക്കണ്ട, അവർക്ക് ഇഷ്ടപ്പെടില്ല. വാഴയ്ക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കുന്നവർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.